ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെയും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. 78 സങ്കീർത്തനം 29 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 78-29. അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട 2 പദങ്ങളാണ് ഈ സങ്കീർത്തന വാക്യത്തിനകത്ത് കാണുവാനായി കഴിയുന്നത്. ഒന്ന്, തൃപ്തരായി തീർന്നു. രണ്ടാമത്തത്, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ഇന്ന് പ്രഭാതത്തിൽ ഒരു തൃപ്തിയുടെ അനുഭവം നൽകി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം തിരിച്ചറിയണം. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ഭാരത്തോടും നിരാശയോടും ആകുലതയോടും ഇരിക്കുന്ന സകലരോടും ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, എല്ലാ വിഷയങ്ങൾക്കകത്തും തൃപ്തി നൽകി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനത്രേ. മരുഭൂമിയിലൂടെ ജനം കടന്നു പോകുമ്പോൾ വലിയ പ്രതിസന്ധികൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ തൃപ്തരായി തീർന്ന അനുഭവത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരുഭൂമി ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും അസ്വസ്ഥതകളെ കൊണ്ടുവരും. മരുഭൂമി വെള്ളവും പച്ചപ്പുമില്ലാത്ത സ്ഥലമാണ്, നടപ്പിനും പാർപ്പിനും പറ്റിയ സ്ഥലമല്ല. ആകുല ചിന്തകളെ മരുഭൂമി സമ്മാനിക്കും. എന്നാൽ മരുഭൂമിയിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. ആ ദൈവപ്രവൃത്തികളുടെ വെളിച്ചത്തിൽ ജനം തൃപ്തരായി തീർന്നു എന്ന് ദൈവജനത്തിനകത്ത് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തൃപ്തി വെളിപ്പെടുന്നത്? ഒന്നാമത്തെ കാര്യം, ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് വലിയ തൃപ്തിയിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. ഈ 78 സങ്കീർത്തനം 24 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയുടെ ശ്രേഷ്ഠത വിവരിച്ചിരിക്കുകയാണ്. മന്ന മരുഭൂമിയിൽ വർഷിക്കുവാൻ തുടങ്ങി. സ്വർഗീയ ധാന്യം അവർക്ക് ദൈവം നൽകി. എങ്ങനെ ഈ ജനം തൃപ്തരായെന്നാണ് 24 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ഇവരുടെ വിഷയത്തിനകത്ത് ഇടപെടുവാനായി തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ നിശ്ചയമായിട്ടും ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് ജീവിതത്തിൽ തൃപ്തി തരുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. 107 സങ്കീർത്തനം 9 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തും. ആമേൻ. അതൃപ്തിയോടെ, സന്തോഷമില്ലാത്ത അനുഭവത്തിൽ, വേദനയും പ്രതിസന്ധികളും സഹിച്ച് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്ന കർത്താവിൻ്റെ കരം ചലിക്കുവാനിടയായി തീരും. ആമേൻ. ഈ പുറപ്പാട് പുസ്തകം 16 അധ്യായം 8 വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് മരുഭൂമിയിൽ അവർ തൃപ്തരായതെന്ന് ഈ സംഭവം തന്നെ വിവരിച്ച് എഴുതിയിട്ടുണ്ട്. ഒന്നും ലഭിക്കാത്ത മരുഭൂമിയിൽ കണ്ണുനീരിൻ്റെയും വേദനയുടെയും അവസ്ഥയിൽ രാത്രിയും പകലും ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കുകയും നടത്തുകയും പരിപാലിക്കുകയും ചെയ്തു. ഓരോ പ്രഭാതത്തിലും ദൈവം അവർക്ക് തൃപ്തി കൊടുക്കേണ്ടതിന് മന്നായെ വർഷിപ്പിച്ചു കൊടുത്തു. ഈ പ്രഭാതത്തിൽ തൃപ്തമായൊരനുഭവത്തിൽ മക്കളുടെ ജീവിതം, കുടുംബജീവിതം, ജോലിസ്ഥലം,
എവിടെയായാലും നിങ്ങൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് തൃപ്തി ലഭിക്കുവാനിടയായിത്തീരും. ആമേൻ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇനി അതൃപ്തരായി മുൻപോട്ട് പോകേണ്ട കാര്യമില്ല. കാര്യം ദൈവം തൃപ്തി നൽകി തരുന്ന ദൈവമാണ്. ഈ ജനം മരുഭൂമിയിലെത്തിയപ്പോൾ, നടക്കാൻ കഴിയാതെയായപ്പോൾ, ഇഷ്ടമുള്ള ആഹാരം ലഭിക്കാതെ വന്നപ്പോൾ, വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവർ അതൃപ്തരായി മാറി. എന്നാൽ വേണ്ടിയ സമയത്ത് സകലവും വേണ്ടുവോളം നൽകിക്കൊടുത്ത് ദൈവം അവരെ തൃപ്തരാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സകല വിഷയങ്ങൾക്കകത്തും ഒരു തൃപ്തി വെളിപ്പെടുന്ന പകലായി തീരട്ടെ. 91 സങ്കീർത്തനം 16 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദീർഘായുസ് കൊണ്ട് ആമേൻ തൃപ്തി വരുത്തുന്ന ദൈവത്തെക്കുറിച്ച്. ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ടിരിക്കുകയാണോ? മരണത്തിൻ്റെ ശക്തികൾ മുൻപിൽ വന്ന് ആർത്തട്ടഹസിക്കുകയാണോ? മുൻപിലേക്ക് വിടത്തില്ല എന്ന് പിശാചും സാഹചര്യവും ഒരുപോലെ പറയുന്നെങ്കിൽ ഈ സങ്കീർത്തന വാക്യം നമുക്ക് കാണാതെ അറിയാവുന്ന സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. അതിൻ്റെ 16 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. പ്രിയരെ, ആയുസ്സിന് വിരോധമായി പോരാടുന്ന എല്ലാ പൈശാചിക ശക്തികളും ഇന്ന് പ്രഭാതത്തിൽ തകർന്നു മാറി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവം തൃപ്തി തരുന്ന ദൈവമാണ്. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ 35 തൊട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ യേശുവിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന വലിയൊരു പുരുഷാരത്തെ കാണാം. ആ സാഹചര്യത്തെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത്, നേരം വൈകി, നിർജ്ജനമായ പ്രദേശമാണ്, ജനമില്ലാത്ത ഇടമാണ്. മൂന്നാമത്തെ കാര്യം, ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇവർ ആഹാരം കഴിക്കേണ്ടതിന്, ആഹാരം കൊള്ളേണ്ടതിന് ഇവരെ പറഞ്ഞു വിടണം. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് ഇതാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ 42-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, എല്ലാവരും തിന്ന് തൃപ്തരായി. അല്പാൽപ്പം അവർക്ക് കൊടുത്തു എന്നല്ല, വൈകിയ നേരത്ത് നിർജ്ജനമായ ഇടത്ത് ശിഷ്യന്മാർ അവരെ പറഞ്ഞു വിടണമെന്ന് യേശുവിനോട് അഭിപ്രായം പറയത്തക്ക നിലയിൽ സാഹചര്യങ്ങൾ വഷളായിരിക്കുമ്പോൾ എല്ലാവരും തിന്ന് തൃപ്തരാകത്തക്ക നിലയിൽ അവർക്ക് നുറുക്കി കൊടുക്കുവാൻ കരുത്തുള്ള ഒരു മഹാദൈവത്തെ കാണുവാനായി കഴിയും. പ്രിയരെ, ഞാൻ പറഞ്ഞത് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ തൃപ്തരാക്കി വഴി നടത്തി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ തൃപ്തി തന്ന ആവശ്യങ്ങൾ മുൻപിൽ ഉണ്ടായിരിക്കും. അത് വലിയ ആവശ്യങ്ങളായിരിക്കാം, സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമായിരിക്കത്തില്ല. പക്ഷേ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് മന്നായും കാടപക്ഷിയും തന്ന് മരുഭൂമിയിൽ തൃപ്തരാക്കി നടത്തുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ കരം ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ചലിക്കട്ടെ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, മരുഭൂമിയിൽ മാത്രമല്ല ദൈവം തൃപ്തി തരുന്നത്, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഏതെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും നിശ്ചയമായിട്ടും രോഗങ്ങളെ മാറ്റി, പൈശാചിക ബന്ധനങ്ങളെ മാറ്റി, ആമേൻ, ആയുസ്സിനെ ദീർഘമാക്കി തൃപ്തി തരുന്നൊരു ദൈവം. പിന്നെ ഞാൻ പറഞ്ഞത്, നേരം വൈകിയ സമയത്ത് നിർജ്ജനമായ സ്ഥലത്ത്
ജനത്തെ പറഞ്ഞു വിടണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് അഭിപ്രായപ്പെടത്തക്ക നിലയിൽ സാഹചര്യങ്ങൾ പ്രതിസന്ധിയായിരിക്കുമ്പോൾ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 42-ാം വാക്യത്തിനകത്ത് ആ ജനക്കൂട്ടത്തിന് തൃപ്തിയാകത്തക്കവണ്ണം അപ്പത്തെ നുറുക്കുവാൻ കഴിഞ്ഞൊരു കർത്താവിൻ്റെ കരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് അതൃപ്തിയോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ജീവിതയാത്രയിൽ തൃപ്തി തന്ന് മുൻപിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ പകൽ വെളിപ്പെടട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വലിയ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. പ്രഭാതമന്നയിലൂടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ ദിവസം തൃപ്തി ലഭിക്കുന്ന ദിവസമായി മാറട്ടെ. കർത്താവിൻ്റെ കരം അനുകൂലമായി നീട്ടും. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, അമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.